തംബ്നെയിൽ അപ്പോൾ എല്ലാവരും കണ്ടില്ലേ? അപ്പോൾ ഈ ബുക്ക് ലാമ്പ് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കിയാലോ നമുക്ക്? അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു A4 വേണം കേട്ടോ. ഈ A4ൻ്റെ രണ്ട് സൈഡും നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് ഏകദേശം ഒരു 3-4 സെൻറ്റിമീറ്റർ സൈസിൽ ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് ആ പേപ്പർ മടക്കിയെടുക്കണം. ഫുള്ളായിട്ട് ആ പേപ്പർ അങ്ങനെ മടക്കിയെടുക്കണം കേട്ടോ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ട് നമ്മൾ പീകോക്കിനെയൊക്കെ ഉണ്ടാക്കില്ലേ, അതേ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മടക്കിയെടുക്കുക. ഇതപ്പോൾ ഇവിടെ ഞാൻ പേപ്പർ മൊത്തം മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഒരു മടക്കിയില്ലേ, ആ ലൈനിൽ കൂടെ ഇതൊന്നും ഓപ്പോസിറ്റായിട്ട് മടക്കുക. അങ്ങനെ മടക്കിയതിന് ശേഷം ആ കോർണർ വരുന്ന ഭാഗമില്ലേ, അത് താഴത്തേക്ക് വരുന്ന രീതിയിൽ ഈ പേപ്പറിനെ ഒന്ന് മടക്കിയെടുക്കുക. ഇതേപോലെ ഒന്ന് ജസ്റ്റ് താഴത്തേക്ക് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കങ്ങനെ മടക്കാൻ പറ്റും. അതേപോലെ അപ്പുറത്തെ സൈഡിലും നമ്മൾ ഇങ്ങനെ മടക്കിയെടുക്കണം. ഏകദേശം ബുക്കിൻ്റെ പേജസ് ഇല്ലേ, അതേമാതിരി നമുക്കത് മടക്കി കിട്ടും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അപ്പോൾ തന്നെ അത് ഉള്ളിലേക്ക് മടങ്ങി കിട്ടും. ഞാനിത് ആദ്യം ചെയ്തപ്പോൾ എനിക്കത് മടക്കാനേ പറ്റണുണ്ടായിരുന്നില്ല കേട്ടോ. എങ്ങനെ നോക്കിയാലും ആ പേപ്പറിൻ്റെ കോർണർ കറക്റ്റായിട്ട് മടങ്ങി വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ 1-2 പ്രാവശ്യം ട്രൈ ചെയ്തപ്പോഴാണ് എനിക്കും ശരിയായത് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ മടക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനിതിങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ്. ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഞാനത് ഒരു ബുക്കിൻ്റെ സൈസിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഞാൻ ഒട്ടിച്ചിട്ടില്ല കേട്ടോ. അവിടെ നമുക്കൊരു ചെറിയ ഹോൾ ഇടണം. ഹോൾ ഇട്ടിട്ട് ആ ഹോളിൽ കൂടെ വേണം ആ ലൈറ്റിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരാനായിട്ട്. ഇതേപോലെ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം ആ ലൈറ്റ് ഞാൻ അതിൻ്റെ ബാക്ക് കൂടെ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ട് പിന്നെ മൊത്തത്തിൽ ഞാനതൊന്ന് പശ തേച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ബുക്ക് ലാമ്പിൻ്റെ പണി ഇവിടെ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ലൈറ്റ് ഓൺ ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട് ഈ ബുക്ക് ലാമ്പ്? മറക്കാതെ എല്ലാവരും ഇതിൻ്റെ അഭിപ്രായം പറയണേ. മാത്രമല്ല, വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ.